ബസ് ചാർജ്. ഓക്കെ. ഓട്ടോറിക്ഷ അയ്യോ 10 രൂപ. അതും ഓക്കെ. പക്ഷേ ഈ 3 രൂപ എവിടെ പോയി? ആ 3 രൂപ നമുക്ക് പിന്നെ കണ്ടുപിടിക്കാം. അത് പറ്റിയല്ലോ. എവിടെ പോയി അറിയണ്ടേ? അയ്യോ ഇത് എന്തിനെങ്കിലും ചെലവായി കാണും. ചെലവായതിന്റെ അല്ല, ആറ്റിൽ കളഞ്ഞാലും അളന്ന് കളയണം. ഇന്ന് ബാങ്കിൽ പോണ്ടേ? കുളിമുറിയിൽ വെള്ളം കോരി വെച്ചിട്ടുണ്ട്. കുളി കഴിഞ്ഞിട്ടാവും അളന്ന് കളയിലൊക്കെ. ഉണ്ണേട്ടാ ഓ എന്നാലാ 3 രൂപ ഞാൻ അറിയാതെ പോകാൻ പാടില്ലല്ലോ. നിനക്കറിഞ്ഞൂടാ? ഇങ്ങനെയുണ്ട് ഒരു പിശുക്കൻ. ഇവിടെ വാടാ, ഇങ്ങോട്ട് വാ. അവിടെ നിൽക്കാൻ. അമ്മേ അമ്മേ നടക്കണം, അങ്ങോട്ട് നടക്കാൻ. ദാ ഇത് കണ്ടോ, കുറെ നാളായി യവൻ ഈ പണി തുടങ്ങിയിട്ട്. എന്റെ ഈശ്വര, ഇതും തുടങ്ങിയോ? യവനെ ഇനിയിപ്പോ എന്താ ചെയ്യാ? അയ്യോ അമ്മേ, ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. 2-3 ദിവസമായി ഇവൻ അടുത്തൂടെ പോകുമ്പോഴൊക്കെ ഒരു വീടിയുടെ നാറ്റം. അയ്യോ, ഈ ഉണ്ണിയേട്ടൻ കള്ളം പറയുന്ന. ഞാൻ ഇന്ന് ആദ്യമായിട്ട് ഒരു കുറ്റി വീടി വലിച്ചു പോകുന്നത്. ഉണ്ണി വീടി വലിച്ചിട്ടുണ്ടെങ്കിൽ ആ നിങ്ങളൊക്കെ അവന് ചീത്തയാക്കുന്നത്. ഇപ്പതേ കുറ്റിവീടി, നാളെ മുഴുവൻ പീടിയാകും, മറ്റന്നാൾ സിഗരറ്റാവും. അച്ഛാ, ഒരു പാക്കറ്റ് സിഗരറ്റ് എന്ന് വെച്ചാൽ രൂപ എത്രയായി? കാശ് കിട്ടാതാവുമ്പോ അവൻ എന്റെയോ അച്ഛന്റെയോ പോക്കറ്റ് നിന്ന് കക്കാനും തുടങ്ങും. ഒരുത്തനെ കള്ളനാക്കാൻ ദേ ഇത്രയൊക്കെ മതി. ഇനി അവൻ ചെയ്യത്തില്ല ഉണ്ണേട്ടാ. ഗോപു പോയിരുന്നു പഠിക്കും. ഇതുകൊണ്ടൊക്കെ തന്നെ ഞാൻ പറഞ്ഞതിന് ഡ്യൂട്ടികളും അയക്കണ്ടെന്ന്. വേണ്ടാത്ത ദുശീലൊക്കെ പഠിച്ചു വെക്കാൻ. ഉണ്ണേട്ടാ പോയി കുളിക്കാൻ നോക്കൂ. സമയം എത്രയെന്നറിയോ? ചെറിയൊരു കാര്യം കിട്ടിയോ ഊതി വലുതാക്കാൻ. പണ്ടേ സ്കൂളിൽ പോകുമ്പോ വഴി കിടന്ന വീടി കുറ്റിയെടുത്ത് വലിച്ചതിന് ഞാൻ തല്ലിയ പാട് ഇപ്പോഴും അവന്റെ തുടയിലുണ്ട്. ആ ആളായിപ്പോ അച്ഛന്റെ സ്വഭാവം തന്നെയാ മക്കൾക്കും. അത് ശരിയാ, അമ്മ വീടി വലിക്കല്ലോ. സതി നിർത്തലാക്കാൻ മുൻകൈ എടുത്തത് ആരാന്നാ പറഞ്ഞേ? ഗോപാലകൃഷ്ണ ഗോഖലെ അല്ലേ? അല്ലെന്നോ? എന്നോടോ? നിന്നോടാ ചോദിച്ചത്? ഗോഖല തന്നെ. ഗോഖല തന്നെ. നീ രക്ഷപ്പെടില്ലടാ, നിന്റെ കാര്യം പോക്കാ. ഇങ്ങനെ എല്ലാരും കൂടെ ചവിച്ചാ ഞാൻ ഈ ഗതിയായത്. എങ്ങനെ ശവിക്കാതിരിക്കൂടാ? ഇന്നലെ വരെ രാജാറാം മോഹൻ റായ് എന്ന് പറഞ്ഞിട്ട് 24 മണിക്കൂറിന് എങ്ങനെയാ ഗോഖലയായത്? ഇത് നിന്റെ അവസാനത്തെ മാർച്ചാ, നോക്കിക്കോ. ഓ എന്താ ഒരു കണിയാന്റെ ചുമ? ഏട്ടനോടൊരു കാര്യം ചോദിക്കാൻ സെക്രട്ടറി പറഞ്ഞു. എന്താ? ഞങ്ങളുടെ ട്രൂപ്പിന് ഒരു വണ്ടി സ്വന്തമാക്കിയാ കൊള്ളാമെന്നുണ്ട്. അതിന് ഒരു ലോണ് ശരിപ്പെടുത്തി തരാൻ പറ്റുമോ? എടാ, വർഷത്തിൽ 10 സ്റ്റേജ് പോലും തേക്കാത്ത നിന്റെ ട്രൂപ്പിന് ലോൺ വാങ്ങിച്ചെന്ന് ഞാൻ വെള്ളത്തിലാവണോ അല്ലേ? 10 സ്റ്റേജോ? ഇപ്പൊ തന്നെ ശാന്തി മുഹൂർത്ത് 25 കഴിഞ്ഞു. ആ കളിക്കുന്നിടത്തൊക്കെ നല്ല കൂവലാണെന്ന് കേട്ടു. ഹേ, അത് മറ്റു ട്രൂപ്പുകാർ പറഞ്ഞു പരത്തുന്നതാ. നിന്റെ അഭിനയത്തെ പറ്റി തരക്കേടില്ലാത്ത പുറഭിപ്രായമുണ്ട്. അത് ഞാനും കേട്ടു. നീ പോടത്തുണ്ടി. ഒരു സ്റ്റേജിന് നിനക്ക് എന്ത് കിട്ടും? തരക്കേടില്ലാത്ത വിധം കിട്ടും. കൃത്യമായ സംഖ്യ പറ. അത് 150. 150 രൂപയോ? നിനക്കോ? എടാ സത്യം പറ, ഞാൻ പോയി അന്വേഷിക്കും. അന്വേഷിക്കും, എന്നാ 100ഓളം വരും. എടാ ശരിയായ സംഖ്യ പറഞ്ഞു. ശല്യം, മനുഷ്യന് വിശ്വാസമില്ലാത്ത പോലെ. ആക്ക് വളച്ചാ കള്ളേ പറയും. വച്ചടാ, ഇവിടെ ഇപ്പൊ വലിയ അത്യാവശ്യമൊന്നുമില്ല. കുഴപ്പമില്ല, എന്റെ ആവശ്യത്തിനുള്ളതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അടുത്ത സീസൺ ആവട്ടെ, ഞാനിവിടെ ഒരു കലക്കും. പല വലിയ സമിതിക്കാരും എന്നെ വിളിച്ചിട്ടുണ്ട്. മാസത്തിൽ 30 ദിവസവും കളിയുള്ളവര്. ഓ, മാസത്തിന് 30 ദിവസം ഉണ്ട്, എനിക്കറിയാം. നീ പോയി കുളിച്ചിട്ട് വന്നേ, എന്നിട്ട് എന്തെങ്കിലും കഴിക്കാൻ നോക്ക്. എന്റെ അമ്മയെ, ഇന്നലെ വടകരയിൽ ഞങ്ങളെ നാടകം കാണാൻ ഒരു സിനിമാ പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു. ഭാവി എന്താന്ന് പറയാൻ പറ്റില്ലോ, ചിലപ്പോ എന്റെ ചിത്രവും ചുമരിന്റെ മേലെ വരും. പോയി കുളിക്കടാ. ആ 3 രൂപ എവിടെ പോയെന്ന് എത്ര ആലോചിച്ചിട്ടും അത് ഇതുവരെ വിട്ടില്ലേ? കഷ്ടം. ഞാൻ തരാം 3 രൂപ. അതിന്റെ അല്ല, ആ രൂപ എവിടെ പോയിന്നൊന്ന് അറിയണ്ടേ? എടേ, നിനക്കൊക്കെ ഒരു വിചാരമുണ്ട് ഞാൻ വെറും ഒരു പിശുക്കനാണ്. അല്ല, ആണെങ്കിലേ നീ ഇപ്പൊ ഇടാറുള്ള മാതിരിയുള്ള വേഷവും പൂഷവും ഒന്നും ഇടുകയല്ല. വീട്ടുചെലവിന് വേണ്ടി മാത്രം മാസം 1000 രൂപ ഞാൻ കൊടുക്കുന്നുണ്ട്. അല്ല, നിനക്കിവിടെ എന്തെങ്കിലും കുറവുണ്ടോ? കുറവൊന്നുമില്ല. പിന്നെ ഉണ്ടാണ്ടിരി. പക്ഷേ
എന്തോന്ന് പച്ചേ പറ. കല്യാണം കഴിഞ്ഞിട്ട് കൊല്ലം 3 മനസ്സിലായി. നീ പറഞ്ഞു വരുന്ന എന്താന്ന് എനിക്ക് മനസ്സിലായി. എടീ, ഒരു കുഞ്ഞുണ്ടാകുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ പണ്ടത്തെ പോലൊന്നും അല്ല. ഒരുപാട് കാശുള്ള ഏർപ്പാടാ. പ്രസവം തന്നെ പെണ്ണുങ്ങൾക്ക് ഇപ്പൊ ഒരുമാതിരി ഫാഷനാ. ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും മാസാമാസം ഡോക്ടറെ പോയി കാണുക, അവർ പറയുന്ന വില കൂടിയ മരുന്നുകൾ വാങ്ങിച്ചു കഴിക്കുക, പ്രസവത്തിന് 1 മാസം മുമ്പേ നഴ്സിംഗ് ഹോമിൽ അഡ്മിറ്റ് ചെയ്യുക. ആദ്യം എൻ്റെ പ്രൊമോഷനൊക്കെ ഒന്ന് ശരിയാവട്ടെ, അത് കഴിഞ്ഞിട്ട് മതിയടി നമുക്കിതല്ല. പ്രമോഷൻ കിട്ടുമ്പോഴേക്കും നമ്മൾ മൂത്തുകാരിക്കും. എന്തിന്? അടുത്ത കൊല്ലം ഞാൻ ഓഫീസറാ, പിന്നുടനെ മാനേജർ. ഒരു ബാങ്ക് മാനേജർ എന്ന് വെച്ചാൽ ആരാ? ദേവേന്ദ്രനായിരിക്കും. ഏതാണ്ട് അതുപോലൊക്കെ തന്നെയാ. ഈ ഉണ്ണേട്ടിനെ കൊണ്ട് തോറ്റു. എടീ, ആ 3 രൂപ ഞാൻ ഹെഡ് ഓഫീസിലെ പ്യൂണിന് ചായ കുടിക്കാൻ കൊടുത്തതാ. ദാ അവിടെ ആ പുളിമരത്തിന്റെ ചോട്ടില് അധികാരിന്റെ മോള് വന്ന് നിൽക്കുന്ന പോലെ തോന്നുന്നു. അന്നൊക്കെ എത്ര ദൂരെ നിന്നാലും അവളുടെ കണ്ണിലെത്തി എന്റെ നെഞ്ചു പൊള്ളിക്കുമായിരുന്നു. ഭാനു അല്ലേ? അവക്കിപ്പോ കൊച്ചുങ്ങൾ 2 ഞാൻ കണ്ടിരുന്നു. മനസ്സിലെ വിഗ്രഹം ഉടഞ്ഞു. പാവാടയും ധാവണിയും തന്നെ അവൾക്ക് ചേർച്ച. ആ ഗോപാലൻ കോൺസ്റ്റബിളിന്റെ മോള് വളർന്നു പോയോ? ഒരൊറ്റ എണ്ണത്തിന് നീ മറന്നിട്ടില്ല അല്ലേ? മരുഭൂമി കിടക്കുമ്പോ ഈ ഓർമ്മകളൊക്കെ അല്ലേടാ ആകെ ഒരു മരിപ്പച്ച. പിന്നെ നിന്റെ ട്രൂപ്പില് നല്ല പെൺകുട്ടികളൊക്കെ കാണുമായിരിക്കല്ലേ? എന്തിനാ? അല്ല, ഞാനൊരു നാടക ട്രൂപ്പ് തുടങ്ങട്ടെ. ഉദ്ദേശം? അത് എനിക്ക് അഭിനയിക്കണമെന്നുണ്ട്. പിന്നെ ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? വേണ്ട വേണ്ട, ഗൾഫ് വിട്ടു വരുന്ന എല്ലാ മലയാളികളും ചെയ്യുന്നതൊക്കെ നീയും ചെയ്താൽ മതി കേട്ടാ. എന്ന് വെച്ചാൽ ഒരു കളർ ഫോട്ടോ സ്റ്റുഡിയോ അല്ലെങ്കിൽ ഒരു വീഡിയോ ഷോപ്പ്, ഇതൊക്കെ തന്നെ നീയും ചെയ്താൽ മതി. അഭിനയം എന്ന് പറയണത് അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, നീ ഒരു സിനിമ എടുക്ക്, എന്നെ നായകനാക്കിയിട്ട്. അങ്ങനെ തൊലയാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. എന്റെ അമ്മോ, മുങ്ങിയ ഇത് ഇവിടെ നെല്ലാണോ? അല്ല, വാങ്ങിയതാ. അമ്മേ, മുരളി എവിടെ? ചേട്ടൻ ഊണ് കഴിഞ്ഞ് ഇറങ്ങിയതാ. പെരപണിന്നിടത്തുണ്ടാവും. അവന്റെ കാര്യം ഒന്നും പറയണ്ട, അവൻ എപ്പോഴും അവിടെ തന്നെയാ. എടുപ്പണ്ടേ, ഇത്തിരി വെള്ളം അടുപ്പത്ത് വെക്ക്. ഇരിക്കു. ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് പണി ഉണ്ടാവില്ലെന്ന് ഞാൻ വിചാരിച്ചു. പണി ഉണ്ടായിട്ടില്ല, അവനവിടെ ഓരോന്ന് തൊട്ടും പിടിച്ച് നിൽക്കുന്നുണ്ടാവും. അമ്മണിയേച്ചിക്കൊക്കെ സുഖം തന്നെയല്ലേ? പിന്നെ അവക്ക് ആകെ ഒരു അസുഖമുള്ളൂ, എന്നോടുള്ള അസൂയ. എനിക്ക് ഈ വീട്ടിനകത്ത് അടച്ചു പൂട്ടിയിരിക്കുന്ന കാര്യം വലിയ പ്രയാസമാണ്. അതുകൊണ്ടായി ചുറ്റി അടിക്കുന്നതേ. 10-34 കൊല്ലം അധ്വാനിച്ചതല്ലേ, ഇനിയുള്ള കാലം സൂഹിക്കാം. അത് പറഞ്ഞ അവക്ക് സഹിക്കില്ല. ഞാനങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചിരിക്കുന്നു. പുരവണി കഴിഞ്ഞിട്ടാവാമെന്ന് വെച്ചാ നമ്മളൊക്കെ ഇനി എത്ര കാലമുണ്ട്? ഇന്ദുവിനൊരു ആലോചന വന്നിട്ടുണ്ട്. ചെക്കനൊരു പോലീസുകാരനാ, അവൾക്കത് ഇഷ്ടമല്ല അത്രേ. നടത്തുമ്പോ രണ്ടാളുടെ ഒരുമിച്ച് നടത്തിയാൽ എന്താന്നാ ഞാൻ ആലോചിക്കുന്നത്. അതാ നല്ലത്. ഇന്ദു വേറൊരിടത്തേക്ക് പോകുമ്പോ ഇവിടെ ഒരാൾ വേണ്ടേ? രമയെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നാ അവന്റെ ആശ. മുരളിയുടെ അച്ഛനും അതൊരു മോഹമായിരുന്നു. എനിക്കറിയാം. കേശവൻകുട്ടി പണ്ട് എന്നും പറയുമായിരുന്നു, ഒന്നീ തൻ്റെ മോൾ എൻ്റെ വീട്ടിലേക്ക്, അല്ലെങ്കിൽ എൻ്റെ മോൾ തൻ്റെ വീട്ടിലേക്ക്. നമുക്കത് ആലോചിക്കാം. ഇറങ്ങുന്നില്ലേ? എന്താ ശങ്കരേട്ടാ ഇങ്ങനെ നോക്കുന്നത്? ഈ ശങ്കരേട്ടാന്നുള്ള വിളിയേ മാറ്റേണ്ടി വരും. എനിക്ക് അവനെ പണ്ട് മുതലേ ഇഷ്ടാ.
കുടുംബത്തിന് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുന്ന പിള്ളേരെ ഇക്കാലത്ത് കണ്ടുകിട്ടാൻ വിഷമാ. അവിടെ ഭാഗ്യമാണ് ഈ ബന്ധമെന്ന് കരുതിയാൽ മതി. എനിക്കെന്തോ ഇതത്ര വലിയ ബന്ധമായിട്ടൊന്നും തോന്നുന്നില്ല. കാര്യം ഗൾഫിൽ പോയി കുറച്ച് കാശുണ്ടായി കാണും. പക്ഷെ ആ കാശെല്ലാം ഒരു വീട് പണിഞ്ഞ് തീർത്ത് വെച്ചിരിക്കല്ലേ. തന്നെയല്ല, ഇപ്പൊ കല്യാണ കാര്യത്തിൽ ഗൾഫുകാർക്ക് പൊതുവേ മാർക്കറ്റ് സ്വല്പ ഡിമ്മ. ആ മാർക്കറ്റ് ഒന്നും മുരളിയുടെ കാര്യത്തിൽ നോക്കേണ്ട ആവശ്യമില്ല. അതെ, പിന്നെ നോക്കാതെ കല്യാണം കഴിഞ്ഞാൽ പെണ്ണ് നോക്കാൻ ചെറുക്കനൊരു ജോലിയുണ്ട്. മുരളി ടൗണിൽ എന്തോ ബിസിനസ് തുടങ്ങാൻ പോകണമെന്ന് പറഞ്ഞിരുന്നു. എന്തോന്ന് ബിസിനസ്? വീഡിയോ ഷോപ്പ്. സ്ഥലമൊക്കെ കണ്ടു കഴിഞ്ഞു. നിനക്കൂടെ എന്താ കാര്യം? പോയി പഠിക്കണം. ഓടാ അവിടുന്ന്. കാര്യം പറയാൻ സമ്മതിക്കില്ല. അങ്ങനെ ഇടതിരിച്ചന്വേഷിക്കൊന്നും വേണ്ട. അവൻ നല്ലവനാ. നമ്മുടെ രമയെ നോക്കാനുള്ള തൻ്റെ ഇടമൊക്കെ അവനുണ്ട്. നമുക്കിത് അധികം വയ്യാതെ നടത്താം. എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട. അതെന്താ? എനിക്ക് പഠിക്കണം. പഠിച്ചോ. കല്യാണം കഴിഞ്ഞ ഉടനെ പഠിപ്പ് നിർത്തണമെന്ന് നിയമമൊന്നുമില്ലല്ലോ. അല്ല, കല്യാണ കാര്യം പറയുമ്പോ എല്ലാ പെൺകുട്ടികളും പറയുന്നതായത്. അല്ല, എനിക്കിപ്പോ കല്യാണം വേണ്ട. കൊഞ്ചാതെ പോടിയപ്പുറത്ത്. മകരത്തിന് മുമ്പ് നടത്തേണ്ടി വരുവോ? വരുവടാ. എനിക്കിപ്പോ കല്യാണം വേണ്ടെന്നല്ലേ പറഞ്ഞേ? ഡേയ്, അധികം സംസാരിക്കൊന്നും വേണ്ട. കല്യാണം നടത്തണോ വേണ്ടോ എന്ന് ഞങ്ങളെല്ലാം ചേർന്ന് തീരുമാനിക്കും. ഞങ്ങൾ ആണുങ്ങൾ തീരുമാനിച്ചോളാം കേട്ടാ. എനിക്ക് പഠിക്കണം. പേടിക്കാതെ രമേ, എന്നായാലും വേണ്ടതല്ലേ. എനിക്കിപ്പോ കല്യാണം വേണ്ട. ദേ, ഞാൻ എഴുന്നേറ്റ് വന്നൊരു കുത്തം വെച്ചിരും കേട്ടോ ആസത്തെ. വെറുതെ നിന്ന് ചിണുങ്കണ്ട. ഒരു നല്ല കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയില. ഏയ്, ഇത്രയ്ക്ക് പിണങ്ങാൻ എന്തുണ്ടായി? കല്യാണം വേണ്ടെങ്കിൽ വേണ്ട, അത്രയല്ലേ ഉള്ളൂ. പിന്നെന്തിനാ നിർബന്ധിക്കുന്നേ? അതവർക്ക് നിന്നോട് സ്നേഹമുള്ളോണ്ടല്ലേ. അത്രയ്ക്ക് സ്നേഹമൊന്നും വേണ്ട. ഏട്ടത്തി, ഒരു മുഖലക്ഷണം പറയട്ടെ. നിന്റെ മനസ്സിൽ മറ്റാരോ ഉണ്ട്. പറ, ആരാ നിന്റെ മനസ്സിൽ? ധൈര്യമായിട്ട് പറ. നിന്നെ ആരും ഒന്നും ചെയ്യില്ല. നോക്ക്, ഏട്ടത്തി നിന്റെ കൂടെയാ. നിന്റെ ഇഷ്ടത്തിനെതിരായി പ്രവർത്തിക്കാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല. പറ മോളെ. എന്റെ കോളേജില് മലയാളം പഠിപ്പിക്കുന്ന സാറിന് എന്നെ ഇഷ്ടാ. എന്താ അയാളുടെ പേര്? ശിവൻ. ഉറങ്ങിയോ? ഞാൻ ഒരു കാര്യം പറഞ്ഞാ ദേഷ്യപ്പെടൂ? ദേഷ്യപ്പെടൂ? എന്താ നിന്റെ കാശ് വല്ലതും പോയോ? അതല്ല, നമ്മുടെ രമയുടെ കാര്യ. എന്താ? പിന്നെ കേട്ടാ ബഹളം വയ്ക്കരുത്. ഇല്ല, നമുക്ക് പറഞ്ഞ് ശരിയാക്കാവുന്നേ ഉള്ളൂ. നീ കാര്യം പറ. രമ അവളുടെ മലയാള ലെക്ചറുമായി സ്നേഹത്തിലാണെന്ന്. കൊല്ലും ഞാൻ. പഠിക്കാനെന്നും പറഞ്ഞ മാസാമാസം ഫീസും ബസ് ചാർജും വാങ്ങി നീ ഇവിടുന്ന് പൊയ്ക്കൊണ്ടിരുന്നത് ഇതിനായിരുന്നോടി? കുടുംബത്തിന് ചിത്തപ്പേരുണ്ടാക്കാൻ ഞാൻ സമ്മതിക്കില്ല. മുട്ടിനും തല്ലൊടിച്ച മൂലക്കിടും. ഏമാണ് പോലും. ഉണ്ണി, എന്താ ഉണ്ണി? എന്താണോ എടുത്ത മണ്ടലോടത്ത് വെക്കേ. എന്താ മോള് പാരലൽ കോളേജിലെ വാധ്യാരോട്ട് പ്രേമത്തിലാണെന്ന്. എടി, മാറി നിൽക്കണേ. അച്ഛാ, ഇതിങ്ങനെ വിട്ടു കൊടുക്കാൻ പറ്റുകയില്ല. ഒറ്റ മോളാന്ന് കരുതി നിങ്ങൾ രണ്ടുപേരും ലാളിച്ച് ലാളിച്ച് അവളിങ്ങനെ ചീത്തയത്. ഒന്ന് മാറിക്കേ. ഇനി ഞാൻ ചോദിക്കാം. ഞാനും ഇവളുടെ ഒരു സഹോദരനാണല്ലോ. എടി, അവൻ ആരാണ്? അവന്റെ പേരെന്താണ്? നാടെവിടെയാ? ഇത് തുടങ്ങിയിട്ട് എത്ര നാളായി? ശ്ശോ, ഇങ്ങനെ ബഹളം വെച്ചാൽ എങ്ങനെയാ? അയൽവക്കാരെ കൂടെ അറിയിക്കണം. അറിയില്ലടി, ചോദിക്കാനും പറയാനും ഇവിടെ ആണുങ്ങളുണ്ടോ? നാലാൾ അറിയട്ടെ. ഇവളുടെ തോന്നിയ ഉണ്ണി. നാളെ മുതൽ നീ കോളേജിലും പോണ്ട, ഒരു കുന്തത്തിലും പോണ്ട. ഈ വീട്ടിൽ ഇന്ന് വരെ ആരും ഇങ്ങനെ ഒരു നാണക്കേട് ഉണ്ടാക്കിയിട്ടില്ല. അല്ല, എനിക്ക് ആദ്യം പോലെ സംശയം ഉണ്ടായിരുന്നു. ഉണ്ണിയേട്ട നേരം വിളിക്കട്ടെ. ഇതിൽ രണ്ടിലൊന്നും അറിഞ്ഞിട്ട് നേരം വെളുത്താ മതി. മോണോ പറ. നീ ഇനി അവനെ കാണൂ? കാണും.